ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ തെങ്കാശി പ്ലാൻ ഓണാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണി. അപ്പോൾ തന്നെ സാബർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ പിക്ക് ചെയ്തു. ഞങ്ങൾ പോയി എണ്ണ അടിച്ച് സുനീറിനും വൈഫിനും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നതിന് ശേഷം നമ്മൾ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല മോർണിംഗ് സമയം ആയതുകൊണ്ട് തന്നെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ കൊട്ടാരക്കര പുനലൂരിനൊക്കെ അടുപ്പിച്ചെത്തുന്ന സമയത്ത് നല്ല രീതിയിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ആ സൂര്യ വെളിച്ചമൊക്കെ വരുന്ന ആ ഒരു റൈഡ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, കാറ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കടകൾ തപ്പി രാവിലെ കടയൊന്നും തുറക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു കടയിൽ കയറി ഞങ്ങൾ പൊറോട്ടയും സാമ്പാറും കഴിച്ചു. അപ്പോൾ സേഫാണ്, വയറ്റിൽ കിടന്നോളും. അങ്ങനെ കുറച്ച് ഓടി ചെന്നു. പിന്നെ സുനീറും വൈഫും കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പയ്യാണ് വരുന്നത്. മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സൈഡ് ഒതുക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ സാബറും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറച്ച് പോയിൻ്റ് എവിടെയെങ്കിലും പോവും, വെയിറ്റ് ചെയ്യും, പോയിൻ്റ് എവിടെയെങ്കിലും പോവും, വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ദിസ് ഈസ് ദ ഗ്രേറ്റ് 13 കണ്ണറ പാലം. എത്ര പേർക്കറിയാം? അങ്ങനെ അവിടെ നിന്നെല്ലാം ഓടി ഓടി നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ട് മധുര തെങ്കാശി കയറിയിട്ടില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അവിടെ രണ്ട് സൈഡിലും വയലും ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ. ആ ഒരു കാഴ്ച തന്നെ, നേച്ചർ തന്നെ മാറിയതുണ്ടോ. തമിഴ്നാട് എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, കുറ്റാലം തന്നെ. കുറ്റാലത്ത് മെയിൻ കുറ്റാലമല്ല, നമ്മൾ 5 ഫോൾസിലേക്കാണ് പോകുന്നത്. 5 തരത്തിലുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ ഓടി 5 ഫോൾസിൽ, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള 5 ഫോൾസിലെത്തി. 5 ഫോൾസ് വന്നിട്ട് ഇവിടെ 5 ഫോൾസ് കാണുന്നില്ല. 1, 2, 3 ഇല്ല. കഷ്ടിച്ച് നോക്കിയ വെള്ളം വളരെ കുറവാണ്, നല്ല തിരക്കുമുണ്ട്. ഇവിടെ വെള്ളത്തിൽ കയറാൻ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ വെള്ളമില്ല, അതുകൊണ്ട് വലിയ രസമില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് തിരിച്ച് പോവാം, വേറെ ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഏതൊരു തരം 10 എന്ന് പറഞ്ഞിട്ട് എന്തോ വായിക്കാന്ന് വിചാരിക്കരുത്. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ 10. ഷോപ്പിങ്ങിനാണോ വന്നത്? കയറിപ്പോക്കോ, തമ്പുരാനറിയാം, പോയി നോക്കാം. അവര് തിരിച്ചു വരികയാണ്, നമുക്ക് തിരിച്ചു പോവാം. ഒരു റീല് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് റൂട്ടാണോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് പടികളൊക്കെ ആയിട്ടുള്ള ഒരു എക്കോ ടൂറിസം സ്ഥലം ഉണ്ടായിരുന്നു. കറക്റ്റ് അതാണ് നമുക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിച്ചേർന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ. പടി കയറാൻ വയ്യാത്തതുകൊണ്ട് അവരുണ്ട്, അതിലെ കൂടെ പോകണം. ഇവിടെ ഒരു ചാടി കയറി പോകുന്നു. ഓട്. അത് നല്ലൊരു തീരുമാനം. ഇവിടുന്ന് പോവാം. അവരെ കാണാനില്ല. അവരതാ മല കയറി വരുന്നു. പാരഷൂട്ട് ഓയിലൊക്കെ കിടക്കുന്നത് ഇവിടെ. എന്താ കടിച്ചു കയറിട്ടേക്കുന്നത്? എടാ ഇത് കൊള്ളടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാം. എനിക്കത് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒഴുകുന്ന സ്ഥലമല്ലായിരിക്കും. ഇത് കൊള്ളാം. നമ്മൾ കുറ്റാലത്തിൻ്റെ 5 ഫോൾസ് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു വഴി ഉണ്ടാകത്തോട്ട്. ഒരാൾക്ക് 50 രൂപയാണ്. ഒരു ഡ്രസ്സുണ്ട്. നമുക്ക് മുകളിൽ പോയി നിന്നിട്ട് വ്യൂ അങ്ങോട്ട് നോക്കാം.
അങ്ങോട്ടെന്തായിരിക്കും നോക്കി ഇറങ്ങണടാ. എന്താ ഇതൊന്നും ഞാൻ എടുക്കൂല. ഫോട്ടോ ആണ് എടുത്തരാം. അത് എന്റെ ഫോണിലോ നിന്റെ ഫോണിനകത്ത് എടുക്കാം. നിന്റെ ഫോണിൽ കുറച്ചുകൂടി മുതലേ പെരുമ്പാമ്പല്ല കൊറേ ആണോ കരയുന്നത്? എന്റെ ഫോൺ കൊണ്ട് പോവല്ലേ. അവിടുന്ന് ഒരു ചാട്ടം ജ്യൂസ് കുടിക്കുക. ആരുടെയാണ് തട്ടിപ്പറിച്ചാന്ന് തോന്നുന്നു. അല്ലാണ്ട് കടയിൽ പോകാത്തില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അകത്ത് കാട്ടിൽ പോയി അവിടെ കുറച്ചു നേരം ഇരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം, അതൊക്കെ തന്നെ. പിന്നെ അതേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ പോകാം. ഇതൊരു ഡാമുണ്ട്, അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇത് നമ്മൾ പറഞ്ഞ ഡാമിലോട്ട് പോകുന്ന റൂട്ടാണ്. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ ഫുള്ള് വേസ്റ്റും പ്ലാസ്റ്റിക്കുകളും. അത് പറഞ്ഞപ്പോഴാണ് ആ എക്കോ ടൂറിസം അവിടെ കയറിയപ്പോൾ തന്നെ അതിനകത്ത് നിറച്ച് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ബോർഡ് പോലും ഞാൻ കണ്ടില്ല. ഇത്ര കെയർലെസ് ആയിട്ടാണ് അവരൊക്കെ നോക്കുന്നത്. അതൊക്കെ വെച്ചാൽ നമ്മളത് പിന്നെയും ബെറ്റർ ആട്ടോ. ചിലപ്പോൾ അതായിരിക്കും അല്ലേ, അതും കാണിച്ച് ഇതും കാണിച്ചു. അപ്പം ഞാൻ ഇതായിരിക്കും മെയിൻ റോഡ്. പിന്നെ ബസ്സിൻ്റെ പുറകെ പോകണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഈ വഴി പിടിച്ചത്. ഇത് മെയിൻ റോഡ് ആക്കാനുള്ള പരിപാടി കേട്ടാ. ഇതൊരു അഡ്വഞ്ചർ ആയില്ലേ. ഞാൻ ഇടലടാ കാലിപ്പിക്കാൻ കാലോട് ചവിട്ടാൻ. നമ്മള് ഗുണ്ടൂർ ഡാമിലെത്തി. ഡാമിലെത്തിയില്ല, അവിടുന്ന് ആ വഴി പോകണം. ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഇവിടുത്തെ കടയിലെ ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളമൊന്നുമില്ല, വെള്ളം തുറന്നൊന്നും വിട്ടിട്ടില്ല. വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ആ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അപ്പം വെള്ളം തുറന്നു വിട്ടിട്ടില്ല, അല്ലാണ്ട് ജസ്റ്റ് ചുമ്മാ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും പോയിട്ട് വരാം. മധുരടാ ഒന്നാമത്തെ എടാ ഞാൻ പറയട്ടെ, ഏതോ അവിടില്ലേ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുവായിരുന്നടാ. എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഇങ്ങനൊരു വ്യൂ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ ഒരു ഡാമൊക്കെ കാണുന്നത്. ശരിക്കും പറയുന്നത് വേറൊരു ടൈപ്പ് ഡാം കേട്ടോ. മുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഡാമിലെത്തിയതിൻ്റെയും പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ ആയിട്ട് തന്നെ വരുന്നതാണ്. അപ്പം ബാക്കി കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.